കോഴിക്കോട് മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇരു മുന്നണികളെയും ഒരേപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. 2014-ലും കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. സാമുദായിക വോട്ടിലെ ഭിന്നത തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. UDF തരംഗം ദൃശ്യമായ 2019-ലെ പോളിംഗ് ശതമാനത്തിൽ നിന്നും 6%-ലേറെ കുറവ്. 2009-ലെ 75% പോളിംഗ് പോലും ഇത്തവണ ഉണ്ടായില്ല. മുന്നണികൾ കൂട്ടിയും കിഴിച്ചും കണക്കെടുക്കുമ്പോൾ ഇരുഭാഗത്തും ആശങ്ക. ന്യൂനപക്ഷ രാഷ്ട്രീയവും മോദി വിരുദ്ധ നിലപാടിലൂന്നിയ പ്രചാരണവും കളത്തിൽ നിറഞ്ഞുവെങ്കിലും വോട്ടർമാരെ ബൂത്തിലെത്തിച്ചില്ല. ചരിത്രത്തിലെ തന്നെ ഏറ്റവും നീണ്ട പ്രചാരണവും ഫലം കണ്ടില്ല. സാമുദായിക വോട്ടിലെ വർധനവാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. രാഷ്ട്രീയമായി അവർക്കൊരു വലിയ തിരിച്ചടി കിട്ടിയെന്നാണ്. ആ രാഷ്ട്രീയ തിരിച്ചടി LDFന് ഗുണകരമാവാനാണ് സാധ്യത. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മതന്യൂനപക്ഷങ്ങളെ വലിയ തോതിൽ ഒറ്റപ്പെടുത്തുക, പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മുസ്ലിം സാമുദായിക വോട്ടിലെ ഭിന്നത, NDA സ്ഥാനാർത്ഥി MT രമേശ് പിടിക്കുന്ന അധിക വോട്ടുകൾ എന്നിവ മണ്ഡലത്തിൽ നിർണായകമാകും. EP ജയരാജന്റെ വെളിപ്പെടുത്തലും പുറത്തുവന്ന BJP ബന്ധവും അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. അടിയൊഴുക്കുകൾ ദൃശ്യമായ തെരഞ്ഞെടുപ്പിൽ നിഗമനങ്ങൾ അസാധ്യമാണ്. AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.